നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു, ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു.